ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശീല എന്ന് പറയുന്നത് ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം! BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിംഗ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസെഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474 245 3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475 222 4088. മൊബൈൽ 9447 255 870, 9447 255 871. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ.
പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം. നാഷണൽ സെക്യുലർ കോൺഫറൻസ് സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ മികച്ച തദ്ദേശ ഭരണാധികാരിക്കുള്ള പുരസ്കാരം പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാലിന്. ലൈവ് വാർത്തയിൽ കാണാം ആദ്യം പ്രധാന വാർത്ത. കശാപ്പ് നിരോധന നിയമം ക്ഷീരമേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു. കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ഇറച്ചി വ്യാപാരികളും പ്രതിഷേധവുമായി രംഗത്ത്. ഓലപ്പാറ ചപ്പാത്ത് യാഥാർത്ഥ്യമായി. ചപ്പാത്ത് നിർമ്മിച്ചത് MLA ഫണ്ടിൽ നിന്നുള്ള 32 ലക്ഷം രൂപ ഉപയോഗിച്ച്. കോട്ടവട്ടം ജംഗ്ഷന് സമീപത്തെ കുരിച്ചടിയിൽ സാമൂഹിക വിരുദ്ധരുടെ അതിക്രമം. കുരിച്ചടിക്ക് മുന്നിൽ മദ്യക്കുപ്പികളും മാലിന്യവും നിക്ഷേപിച്ചു. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ കശാപ്പ് നിരോധന നിയമത്തെ രൂക്ഷമായി വിമർശിച്ച് വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു രംഗത്ത്. ക്ഷീരമേഖലയെ നിയമം പ്രതികൂലമായി ബാധിക്കുമെന്നും ഇതിനെ നിയമപരമായി നേരിടുമെന്നും വനം വകുപ്പ് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനെ നിയമപരമായി നേരിടും. നിയമം ക്ഷീരമേഖലയെ പ്രതികൂലമായി ബാധിക്കും. പശുവിനെ വളർത്തി ഉപജീവനം നടത്തുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇതുമൂലം ദുരിതത്തിലാകുമെന്നും നിയമം ഉടൻ പിൻവലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കോടിക്കണക്കിന് ആളുകളാണ് നമ്മുടെ രാജ്യത്ത് ഈ ക്ഷീരമേഖലയും അതുപോലെ തന്നെ മൃഗസംരക്ഷണ മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തി വരുന്നത്. കന്നുകാലികളെ വിൽപ്പന, ചന്ത വഴി വിൽപ്പന തടയുക, അതോടൊപ്പം തന്നെ കശാപ്പിന് വേണ്ടിയിട്ട് വിൽക്കുന്നത് തടയുക, കന്നുകാലികളെ ചന്തയിൽ വിൽക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരു ഉന്നതാധികാര സമിതി രൂപീകരിച്ച് സമിതിയുടെ അനുമതി വാങ്ങുക തുടങ്ങിയിട്ടുള്ള അപ്രായോഗികമായിട്ടുള്ള നിബന്ധനകൾ ഉൾപ്പെടെയാണ് ആ ഉത്തരവിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഉപജീവനത്തിന് വേണ്ടി കന്നുകാലിയെ വളർത്തുന്ന കർഷകർ ഈ ഉത്തരവ് കൊണ്ട് ഏറ്റവും വലിയ ദുരന്തത്തിനിരയാകാൻ പോകുന്നു. കേരളത്തിലെ സാധാരണ കുടുംബങ്ങളിൽ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരെ ഒരു വരുമാന വർധനവിന് വേണ്ടിയിട്ടാണ് കന്നുകാലിയെ വളർത്തുന്നത്. എല്ലാ കന്നുകാലികളെയും അവർ വിൽക്കുന്നത് ഇറച്ചിക്ക് വേണ്ടിയിട്ട് ഉള്ള വിൽപ്പന, കശാപ്പ് നടത്തുന്നുമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത്തരം സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിൽ വരുന്ന ഒരു മേഖലയിൽ കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവിറക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണ്. ഈ നിയമം അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് പിൻവലിക്കണം. അങ്ങനെ പിൻവലിക്കാൻ തയ്യാറാകാത്ത പക്ഷം സംസ്ഥാന സർക്കാർ ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുജനങ്ങളുടെ വലിയ പിന്തുണയോടുകൂടി തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ നിയമപരമായി നേരിടാൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിയമപരമായി ഇതിനെ നേരിടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. കഴിയുമെങ്കിൽ, വേണമെങ്കിൽ, ആവശ്യമായി വന്നാൽ പ്രതിപക്ഷ കക്ഷികളുടെ സഹകരണത്തോടുകൂടി നിയമനിർമ്മാണം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന അതിനെതിരെ ഉള്ള ഒരു നിയമനിർമ്മാണം നടത്തുന്നതിനെക്കുറിച്ച് സംസ്ഥാന ഗവൺമെന്റ് ആലോചിക്കും. ഓലപ്പാറ ചപ്പാത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനെത്തിയപ്പോഴായിരുന്നു മന്ത്രി മാധ്യമപ്രവർത്തകരോട് ഇങ്ങനെ പ്രതികരിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേന്ദ്ര സർക്കാരിന്റെ കശാപ്പ് നിരോധന നിയമത്തെ രൂക്ഷമായി വിമർശിച്ച് ഇറച്ചി വ്യാപാരികളും രംഗത്ത്. അതേസമയം വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ നിരവധി അനധികൃത അറവുശാലകളും ഇറച്ചി വ്യാപാരവും നടക്കുന്നതായും ആക്ഷേപമുയർന്നു. കശാപ്പ് നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ഇറച്ചി വ്യാപാരികളും മാംസാഹാര പ്രിയരും വൻ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. വർഗീയ അജണ്ടകൾ നടപ്പിലാക്കിയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും ഒരു തരത്തിലും ഇതിനോട് യോജിക്കാനാകില്ലെന്നും ഇറച്ചി വ്യാപാരികൾ പറയുന്നു. ഇപ്പൊ ഈ 25 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നാണ് മാട് മേടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ കേരളത്തിൽ അങ്ങനെ മാടുകളില്ല. കൃഷി ചെയ്യുന്ന ആരും ഇങ്ങനെ മാട് മേടിക്കുന്ന കൃഷിക്കാരും ഇല്ല. തമിഴ്നാട്ടിലും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും അവിടെ നിന്നൊക്കെയാണ് മാട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ മാട് എടുക്കുകയാണെങ്കിൽ ഈ വരുന്ന മാടുകൾ 25 കൊല്ലം നമ്മളെ ചെക്ക് പോസ്റ്റിൽ തടയാനുള്ള ഇത് ഉണ്ടാവും. അപ്പം അങ്ങനെ ഇപ്പോൾ ഇന്നത് ഈ വാർത്ത വന്ന് ഇങ്ങനൊരു നിയന്ത്രണം വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഇതിൻ്റെ അകത്ത് നമുക്ക് അങ്ങനെ പരിധിയിൽ എടുക്കാനുള്ള സാധ്യതയില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഇതേ ഉള്ളൂ. പക്ഷേ കേരള സർക്കാർ നമ്മളെ കേരളത്തിൽ ഇത് പ്രാബല്യത്തിലാവും എന്നുള്ള കാര്യം സംശയമാണ്. എല്ലാവർക്കും ബീഫ് വേണം. നമ്മളിന്ന് ഉച്ചയ്ക്ക് നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ തീന്മേശയുടെ മേലിൽ ഒരു 1/2 കിലോ, ഒരു 100 ഗ്രാം ബീഫെങ്കിലും ഇല്ല നമ്മൾ ഭക്ഷണം ഇറങ്ങുന്നത്. ഇതുകൊണ്ട് എത്ര പേര് ജീവിതമാർഗ്ഗമൊക്കെ കൊടുന്നു. ഇതന്നെ ഞങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ കേരളത്തിലുണ്ട്. ഇതൊക്കെ കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ പോറ്റുന്നത്.
എല്ലാവരും ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ്. കശാപ്പ് നിരോധന വാർത്ത പരന്നതോടെ പുനലൂരിലെ ഇറച്ചി വ്യാപാരം കുത്തനെ കുറയുകയും ചെയ്തു. നിയമം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന അഭിപ്രായം തന്നെയാണ് മാംസാഹാര പ്രിയർക്കും ഉള്ളത്. എന്നാൽ കശാപ്പ് നിരോധനം നടപ്പിലാക്കാനായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുമ്പോഴും വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ നിരവധി അനധികൃത അറവുശാലകളും ഇറച്ചി വ്യാപാരവും നടക്കുന്നതായും പരാതി ഉയരുന്നു. ഇത്തരത്തിൽ അനധികൃതമായി കശാപ്പ് ശാലകളും ഇറച്ചി വ്യാപാരവും നടക്കുന്നതിന് പഞ്ചായത്ത് അധികൃതരുടെ മൌനാനുവാദം ഉണ്ടെന്ന ആക്ഷേപവും ശക്തമാണ്. പഞ്ചായത്തിൽ തന്നെ ഇത്തരത്തിൽ അനധികൃതമായി 8ഓളം ഇറച്ചി വ്യാപാര സ്ഥാപനങ്ങൾ നടക്കുന്നതായാണ് ആക്ഷേപമുയരുന്നത്. ലൈവ് വാർത്ത, കുന്നിക്കോട്. നാഷണൽ സെക്യുലർ കോൺഫറൻസ് സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ മികച്ച തദ്ദേശ ഭരണാധികാരിക്കുള്ള പുരസ്കാരത്തിന് പുനലൂർ നഗരസഭാ ചെയർമാൻ എം.എ. രാജഗോപാൽ അർഹനായി. ബുധനാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും. മികച്ച തദ്ദേശ ഭരണാധികാരിക്ക് നാഷണൽ സെക്യുലർ കോൺഫറൻസ് സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിനാണ് പുനലൂർ നഗരസഭാ ചെയർമാൻ എം.എ. രാജഗോപാൽ അർഹനായത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിലും അംഗീകാരം നേടിയെടുക്കുന്നതിലും അദ്ദേഹം കാട്ടിയ ഇച്ഛാശക്തി അദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കുകയായിരുന്നു. പദ്ധതി വിഹിതം ചിലവഴിക്കുന്നതിൽ പുനലൂർ മുനിസിപ്പാലിറ്റി വളരെ മുന്നിലാണെന്നും അവാർഡ് കമ്മിറ്റി പരിഗണിച്ചു. സംസ്ഥാനത്തെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫ് മിഷൻ പുനലൂരിൽ നടപ്പാക്കുന്നതിനും ലൈഫ് മിഷന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പുനലൂരിൽ നടത്തുന്നതിനും എം.എ. രാജഗോപാൽ നടത്തിയ പ്രവർത്തനങ്ങൾ മഹനീയമാണെന്ന് അവാർഡ് കമ്മിറ്റി വിലയിരുത്തി. ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് തിരുവനന്തപുരം ഹൈലാൻഡ് ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കുമെന്ന് നാഷണൽ സെക്യുലർ കോൺഫറൻസ് സംസ്ഥാന പ്രസിഡന്റ് പി.ടി. റഹീം എം.എൽ.എയും ജനറൽ സെക്രട്ടറി എം.എ. ജലീൽ പുനലൂരും പ്രസ്താവനയിൽ പറഞ്ഞു. ലൈവ് വാർത്ത, പുനലൂർ. ഓലപ്പാറ ചപ്പാത്ത് യാഥാർത്ഥ്യമായി. ചപ്പാത്തിന്റെ ഉദ്ഘാടനം വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. സ്ഥലം എം.എൽ.എ. കൂടിയായ വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജുവിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 32 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ചപ്പാത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കഴിഞ്ഞ ദിവസം ഓലപ്പാറ VSS ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഓലപ്പാറ ചപ്പാത്തിന്റെ ഉദ്ഘാടനം വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. ഈ നിയോജകമണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തും നമുക്ക് വികസനം പരമാവധി എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ മൂലമൺ ഉൾപ്പെടുന്ന ഈ പ്രദേശം എന്ന് പറയുന്ന ഈ വാർഡ് എന്ന് പറയുന്ന പ്രദേശത്ത് ശ്രീ ചെല്ലപ്പനാണ് പഞ്ചായത്ത് മെമ്പർ. കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. കോൺഗ്രസിന്റെ പ്രതിനിധിയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ പ്രതിനിധിയാണോ എന്നല്ല, മറിച്ച് ജനങ്ങളുടെ ആവശ്യം എന്താണ് എന്നാണ് മുഖ്യമായും ആലോചിച്ചത്. ഈ വാർഡിൽ തന്നെ വരുന്നതാണ് ചെറുകടവ്. ആ ചെറുകടവിലെ പാലം വലിയൊരു കുത്തൊഴുക്കിൽപ്പെട്ട് ഒലിച്ചുപോയപ്പോൾ പകരം അവിടെ 85 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ചപ്പാത്ത് എന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിച്ചു നൽകിയത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള സംഗതിയാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ ചപ്പാത്ത് വഴിയാണ് ഈ വാർഡിൽ താമസിക്കുന്ന ആളുകൾക്ക് റേഷൻ കടയിലേക്ക് സാധനങ്ങൾ വരുന്നത്. അംഗൻവാടിയിലേക്കും മറ്റുമൊക്കെ പോകുന്ന കുട്ടികളും എല്ലാം തന്നെ അതുവഴിയാണ് കടന്നു വരുന്നത്. ചടങ്ങിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലൈലജ അധ്യക്ഷയായി. ഓലപ്പാറ വനസംരക്ഷണ സമിതി പ്രസിഡന്റ് എസ് രാജപ്പൻ പിള്ള സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വനസംരക്ഷണ സമിതി കുടുംബങ്ങൾക്ക് വനം വന്യജീവി വകുപ്പ് സൌജന്യമായി നൽകുന്ന പാചകവാതക കണക്ഷന്റെ വിതരണോദ്ഘാടനം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ് നിർവഹിച്ചു. മാമ്പഴത്തറ സ്കൂളിനായി വാങ്ങിയ അലമാരയുടെ താക്കോൽദാന കർമ്മം ജില്ലാ പഞ്ചായത്ത് അംഗം KR ശ്രീജ നിർവഹിച്ചു. മൈക്ക് സെറ്റിന്റെയും ജനറേറ്ററിന്റെയും വിതരണം തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് L ഗോപിനാഥ പിള്ളയും നിർവഹിച്ചു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം താഹിറ ഷരീഫ്, തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗം ലൈസി അലക്സ്, S സുനിൽകുമാർ, A സലീം, R സുഗതൻ, P ബാനർജി, ഒറ്റക്കൽ അജി, M നാസർ ഖാൻ, മാമ്പഴത്തറ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥലം MLA കൂടിയായ വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജുവിന്റെ നിയോജകമണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 32 ലക്ഷം രൂപ അനുവദിച്ചാണ് ഓലപ്പാറ ചപ്പാത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ലൈവ് വാർത്ത, പുനലൂർ. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇടമൺ.
ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഈടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475233515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെഫ്റ്റ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. കോട്ടവട്ടം ജംഗ്ഷന് സമീപത്തുള്ള കുരിശടി സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. ക്രിസ്തുവിന്റെയും മാതാവിന്റെയും കുരിശടിക്ക് മുന്നിൽ മദ്യക്കുപ്പികളും മാലിന്യവും നിക്ഷേപിച്ചു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കോട്ടവട്ടം ജംഗ്ഷന് സമീപം വളവാട്ടി വളവിലുള്ള കുരിശടിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സാമൂഹ്യവിരുദ്ധർ അഴിഞ്ഞാടിയത്. ക്രിസ്തുവിന്റെയും മാതാവിന്റെയും കുരിശടിക്ക് മുന്നിൽ സാമൂഹ്യവിരുദ്ധർ മദ്യക്കുപ്പികളും മാലിന്യങ്ങളും നിക്ഷേപിക്കുകയായിരുന്നു. കുരിശടി രൂപത്തിൽ മദ്യക്കുപ്പികൾ അടിച്ചു തകർത്ത് ചില്ലുകൾ പരിസരത്താകെ ചിതറിയ നിലയിലാണ്. ചെങ്ങമനാടുള്ള ഒരു ഫോട്ടോ സ്റ്റുഡിയോയിലെ പേപ്പർ വേസ്റ്റുകളും മറ്റുമാണ് ഏറെയും കുരിശടിയിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. രാവിലെ പ്രാർത്ഥനയ്ക്കായെത്തിയ വിശ്വാസികൾ ചിലരാണ് ഇക്കാര്യം ആദ്യം കണ്ടത്. ഇവർ ഉടൻ തന്നെ പള്ളി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. രാത്രിയിൽ മണിക്കൂറുകളോളം കുരിശടിയിൽ ചിലർ തമ്പടിച്ചിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായി പ്രദേശവാസികൾ ചിലർ പറയുന്നു. പുനലൂർ രൂപതയുടെ കീഴിലുള്ള സെന്റ് അലോഷ്യസ് സെമിനാരിയുടേതാണ് കുരിശടി. മുമ്പ് ഇതേ കുരിശടിയിൽ സാമൂഹ്യവിരുദ്ധൻ കരിയോയിൽ പ്രയോഗം നടത്തിയത് ഏറെ വിവാദമായിരുന്നു. നാട്ടിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദവും ഐക്യവും തകർക്കാനുള്ള ചിലരുടെ ശ്രമമാകാം ഇതിനു പിന്നിലെന്നും സംശയിക്കപ്പെടുന്നുണ്ട്. കേരള കോൺഗ്രസ് എം ജില്ലാ നേതാവും ഇടവകാംഗവുമായ ബിജു ടി ഡിക്രോസ്, രൂപത അധികാരികൾ തുടങ്ങി നിരവധി പേർ കുരിശടിയിൽ സന്ദർശനം നടത്തി. ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അത് നടന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ ഇടവകയിലെ ഇടവജനങ്ങളാണ് ഇത് കണ്ടത്. നമ്മൾ 2-3 വർഷത്തിന് മുമ്പും ഇതേ സംഭവം തന്നെ, അല്ലെങ്കിൽ മാതാവിൻ്റെ കുരിശടിയിൽ കരിയിൽ വെച്ച സംഭവം തന്നെ ഇവിടെ ചർച്ചാ വിഷയമായിരുന്നു. അത് വലിയൊരു കോളുകളൊക്കെ സംഭവിച്ച സംഭവം തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുമ്പോൾ എന്തോ ഇതിന് പിറകിൽ ഒരു ആരോ ചിന്തിച്ചു കൂട്ടി ചെയ്തതുപോലെയൊക്കെ തോന്നുന്നുണ്ട് ഇതിനെപ്പോ ചെയ്ത്. അപ്പോൾ ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. സ്റ്റുഡിയോ നടത്തിപ്പുകാരെത്തി മാലിന്യങ്ങൾ നീക്കം ചെയ്തെങ്കിലും മദ്യക്കുപ്പികൾ ഉപയോഗിച്ച് കുരിശടിയിൽ അക്രമം നടത്തിയത് ആരെന്ന് ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. ദേശീയപാതക്കരികിലുള്ള കുരിശടികളിൽ പോലും ഇത്തരം അക്രമങ്ങൾ നടക്കുമ്പോൾ ഇത് കുന്നിക്കോട് പോലീസിന്റെ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രദേശത്ത് കുന്നിക്കോട് പോലീസിന്റെ പട്രോളിംഗ് ശക്തമല്ലെന്ന പരാതി നാളുകളായി ഇവിടെയുണ്ട്. ലൈവ് വാർത്ത, കുന്നിക്കോട്. അശാസ്ത്രീയ ട്രാഫിക് പരിഷ്കാരങ്ങളും അനധികൃത പാർക്കിംഗും പുനലൂർ പട്ടണത്തെ ഗതാഗതക്കുരുക്കിലാക്കുന്നു. സ്കൂൾ തുറക്കുന്നതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാനാണ് സാധ്യത. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ദിവസേന ഗതാഗതക്കുരുക്കും അപകടങ്ങളും വർദ്ധിക്കുകയാണ്. മിക്ക ദിവസങ്ങളിലും മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിക്കാറുണ്ട്. പുനലൂർ TB ജംഗ്ഷൻ മുതൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെയും KSRTC ജംഗ്ഷനിലുമാണ് ഗതാഗതക്കുരുക്ക് കൂടുതൽ രൂക്ഷമാകുന്നത്. സ്കൂളുകൾ കൂടി തുറക്കുന്നതോടെ ഗതാഗത സ്തംഭനം ഇരട്ടിയാകും. റോഡ് മുറിച്ചു കടക്കാനും മറ്റും വിദ്യാർത്ഥികൾ ഏറെ പ്രയാസപ്പെടേണ്ടി വരും. അശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണങ്ങളുടെയും അനധികൃത പാർക്കിംഗിന്റെയും ഫലമായാണ് ഗതാഗതം തടസ്സപ്പെടുന്നത്.
സ്വകാര്യ വാഹനങ്ങൾ ദേശീയപാതകളിൽ അനധികൃത പാർക്കിംഗ് നടത്തുകയാണ്. വാഹനങ്ങളുടെ അമിത വേഗതയും അപകടങ്ങൾ വർദ്ധിക്കാനിടയാക്കുന്നു. പകൽ സമയങ്ങളിൽ തടികളും മറ്റും കയറ്റിയ വലിയ വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നതും ഗതാഗത തടസ്സത്തിന് ഇടയാക്കുന്നുണ്ട്. പലപ്പോഴും നഗരത്തിൽ പോലീസിന്റെ സാന്നിധ്യമില്ലെന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കമുകഞ്ചേരി SNDP ശാഖയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന യോഗവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. അനുമോദന യോഗം SNDP പുനലൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് TK സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു. SLCക്കും +2 ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവാർഡ് നൽകുക, അതുപോലെ തന്നെ അതാണ് മെയിനായിട്ട്. ഇപ്പം അല്ലെങ്കിൽ ശാഖാ യോഗത്തിലെ മുൻ ശാഖാ ഭാരവാഹികൾക്ക് അവാർഡ് അവരെ ആദരിക്കുക. ഇതിനെയൊക്കെ ഭിന്നമായി ഇവിടെ 2 ചടങ്ങുകൾ കൂടി നടക്കുന്നുണ്ട്. ഒന്ന്, പ്രാർത്ഥനാ യോഗത്തിലെ കുട്ടികളെ അനുമോദിക്കുക, അവർക്ക് പാരിതോഷികങ്ങൾ കൊടുക്കുക. മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ ഒരു ശാഖായോഗങ്ങളും നടക്കാത്ത ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ശാഖായോഗത്തിലെ മുതിർന്ന അമ്മമാരെ ആദരിക്കാൻ ഇതുവരെ പുനലൂർ SNDP യൂണിയന്റെ കീഴിൽ നടന്ന ഒരു ശാഖായോഗത്തിലും ഇതേപോലെ ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത് വളരെ സൗഹാർദ്ദമാണ്. കമുകഞ്ചേരി 1521 നമ്പർ SNDP ശാഖയുടെ ആഭിമുഖ്യത്തിലാണ് അനുമോദന യോഗവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ചിറ്റാശ്ശേരി ഗുരൂസ് പബ്ലിക് സ്കൂൾ നടന്ന യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് അരുൺ ബാബു അധ്യക്ഷനായി. ശാഖാ കുടുംബത്തിൽ നിന്നും SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ SNDP പുനലൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് TK സുന്ദരേശൻ അനുമോദിച്ചു. SNDP പുനലൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി R ഹരിദാസ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മാതൃദിന വാരാചരണത്തിന്റെ ഭാഗമായി ശാഖാ കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ സ്ത്രീയെ SNDP യോഗം കൌൺസിലർ വനജ വിദ്യാധരൻ ആദരിച്ചു. കമുകഞ്ചേരി ശാഖാ സെക്രട്ടറി സന്തോഷ്, ശാന്തകുമാരി ടീച്ചർ, അഖിൽ ബാബു എന്നിവർ സംസാരിച്ചു. വിഷ്ണു, സോണി, രഞ്ജിത്ത്, സിനു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. യോഗാനന്തരം ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ച് പിറവന്തൂർ ഗോപാലകൃഷ്ണന്റെ പ്രഭാഷണവും നടന്നു. ലൈവ് വാർത്ത, പത്തനാപുരം. AIYF പുനലൂർ ഈസ്റ്റ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഭാസംഗമം സംഘടിപ്പിച്ചു. ചടങ്ങ് മുൻ MP ചെങ്ങറ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കക്കോട് പബ്ലിക് ലൈബ്രറിയിൽ നടന്ന ചടങ്ങ് മുൻ MP ചെങ്ങറ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബലഹീനരായിട്ടുള്ളവരെയും ഒന്നുമില്ലാത്തവരെയും തിരിച്ചറിയാൻ കഴിയുന്നവരായി കൂടി നമ്മുടെ പുസ്തകം എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് മറ്റുള്ളവർക്ക് കൂടി വായിക്കാനുള്ളതാണ്, പഠിക്കാനുള്ളതാണ് എന്ന് തിരിച്ചറിയും. നമുക്കൊരു പുസ്തകമുണ്ട്, അത് ഞാൻ മാത്രമേ പഠിക്കൂ. എന്റെ അടുത്തിരിക്കുന്ന കുട്ടിക്ക് അത് വാങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ കൊടുത്ത് സഹായിക്കാൻ നമുക്ക് കഴിയും. അത്തരമൊരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ജീവിക്കുന്ന ഒരു പുത്തൻ തലമുറയുടെ ഭാഗമാകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എസ് ശ്യാംരാജിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ AIYF പുനലൂർ മണ്ഡലം കമ്മിറ്റി അംഗം S രാജേഷ് സ്വാഗതം പറഞ്ഞു. AIYF കൊല്ലം ജില്ലാ സെക്രട്ടറി CP പ്രദീപ് പ്രതിഭകളെ ആദരിച്ചു. CPI ലോക്കൽ സെക്രട്ടറി C അജയപ്രസാദ്, പാർട്ടി കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ, CPI നേതാക്കളായ VP ഉണ്ണികൃഷ്ണൻ, J ഡേവിഡ്, EK റോസ്ചന്ദ്രൻ, അഡ്വക്കേറ്റ് PA അനസ്, AIYF നേതാക്കളായ അനൂപ് ഉമ്മൻ, I മൻസൂർ, K അനിൽകുമാർ, രമ്യ രാജ്, സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളും
വിദ്യാർത്ഥികളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475229454 960515. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 047523529698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കേരള വിശ്വകർമ്മ സഭ ശാസ്താംകോണം ശാഖയുടെ വാർഷികവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ചടങ്ങ് വിശ്വകർമ്മ സഭ പുനലൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിശ്വകർമ്മ സമുദായം കേരളത്തിലെ വിശ്വകർമ്മർക്ക് വേണ്ടി, വിശ്വകർമ്മ സഹോദരങ്ങൾക്ക് വേണ്ടി, വിശ്വകർമ്മ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ സംഘടനയോടൊപ്പം പ്രവർത്തിക്കുവാൻ നമ്മുടെ സഹോദരങ്ങളെ, പ്രദേശത്തെ സഹോദരങ്ങൾ, സഹോദരികൾ തയ്യാറാകാതെ പോയതിന്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ചൊക്കെ പ്രദേശത്തെ വിശ്വകർമ്മർ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അവര് ചിന്തിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും സംസാരിക്കാനുമുള്ള വേദിയാണ് വാർഷിക സമ്മേളനവും ശാഖായോഗങ്ങളും നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ശാസ്താംകോണത്ത് നടന്ന യോഗത്തിൽ കേരള വിശ്വകർമ്മ സഭ പുനലൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി VK മുരളീധരൻ അധ്യക്ഷനായി. ശാസ്താംകോണം ശാഖാ പ്രസിഡന്റ് D മോഹനാചാരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശാഖാ സെക്രട്ടറി G ഗോപകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന കൌൺസിൽ അംഗം K വിശ്വനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. PT ചന്ദ്രബാബു, C രമണി, E മുരുകമ്മാൾ, ഭാഗീരഥി, ശിവാനന്ദൻ, സേതുലക്ഷ്മി, ജഗന്നാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ലൈവ് വാർത്ത, പുനലൂർ. ബാലവേദിയുടെ നേതൃത്വത്തിൽ പുനലൂരിൽ ചെങ്ങാതിക്കൂട്ടം സംഘടിപ്പിച്ചു. ചടങ്ങ് പുനലൂർ നഗരസഭാ ഉപാധ്യക്ഷ K പ്രഭ ഉദ്ഘാടനം ചെയ്തു. കക്കോട് പബ്ലിക് ലൈബ്രറിയിൽ നടന്ന ചടങ്ങ് പുനലൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ K പ്രഭ ഉദ്ഘാടനം ചെയ്തു. കൊച്ചുകുട്ടികളുടെ വീട്ടിൽ ഒരു ചീത്തവാക്ക് നമ്മൾ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവൻ പറയുന്നതിനേക്കാളും മുമ്പേ ആ ഒരു ചീത്തവാക്ക് പെട്ടെന്ന് അവൻ മനസ്സിലാക്കുകയും അത് പറയുകയും ചെയ്യും. അപ്പം ഏറ്റവും പ്ലസ് പോയിന്റോ മൈനസ് പോയിന്റോ എന്നൊന്നും, നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും ആ കുട്ടികൾ തിരിച്ചറിയാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ സ്കൂളിൽ അല്ലെ അടുത്ത് സഹകരിക്കുന്നവരുടെ പെരുമാറ്റ രീതികൾ അത് അനുകരിക്കാൻ ശ്രമിക്കും, അത് അനുകരിക്കും. അപ്പോൾ വീട്ടിലെ രക്ഷകർത്താക്കളാണ് ഇന്നത്തെ ഈ ക്യാമ്പിന് പ്രാധാന്യം വളരെ നല്ലതാണ്. പക്ഷെ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കളെ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. അവരോട് പറയേണ്ട കാര്യവും ഇതൊക്കെ തന്നെയാണ്. ബാലവേദി യൂണിറ്റ് സെക്രട്ടറി ശ്രീവള്ളിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ CPI കക്കോട് ബ്രാഞ്ച് സെക്രട്ടറി SS മോഹനൻപിള്ള സ്വാഗതം പറഞ്ഞു. വാളക്കോട് NSV ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശോഭന കുമാരി ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത സ്വഭാവ രൂപീകരണത്തിൽ രക്ഷിതാക്കളുടെ പങ്കെന്നതായിരുന്നു വിഷയം. വാർഡ് കൌൺസിലർ സബീന സുധീർ, CPI ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PA അനസ്, AIYF ജില്ലാ കമ്മിറ്റി അംഗം രമ്യ രാജ്, CPI പുനലൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം വിഷ്ണുദേവ്, ശരത്ചന്ദ്രൻ, ഷമീർ ഷാ, രാജരശ്മി, സനു, സിജിൻ, ദിയ ദേവദാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ തൊളിക്കോട് ശ്രീകൃഷ്ണവിലാസം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വെട്ടിപ്പുഴ NSS കരയോഗം ഹാളിൽ കഴിഞ്ഞ ദിവസമാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. തൊളിക്കോട് 4750 നമ്പർ ശ്രീകൃഷ്ണവിലാസം NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായാണ് പഠനോപകരണ വിതരണവും സ്കോളർഷിപ്പ് വിതരണവും എൻഡോമെന്റ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചത്. വാർഷിക പൊതുയോഗത്തിൽ കരയോഗം പ്രസിഡന്റ് കരിക്കത്തിൽ പ്രസേനൻ അധ്യക്ഷനായി. സംയുക്ത കരയോഗ സമാജം പ്രസിഡന്റ് അശോക് B വിക്രമൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ കരയോഗത്തിന്റെ റിപ്പോർട്ട് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ 6000 കരയോഗങ്ങളുള്ളതിൽ കേരളത്തിലുള്ളതിൽ ഏറ്റവും സമ്പത്തുള്ള കരയോഗം ഇതായിരിക്കും. കാരണം അതുപോലെ വരുമാനം പ്രത്യേക ഭാഗത്ത് സ്ഥലവും എല്ലാം കൊണ്ടും അനുഗ്രഹീതരാണ്. അപ്പോൾ ആ കരയോഗത്തിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ കാലങ്ങളിൽ നാലേന്ദ്രൻ ഇവിടെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷ യോഗത്തിൽ ഞങ്ങൾ വന്നിരുന്നു. ആ ഒരാളില്ലാതാവുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിന്റെ നില അറിയുന്നത്. കാരണം ഞാനിപ്പോൾ അവിടെ ഞങ്ങളുടെ സെക്രട്ടറി
അഴിമതികളും ഇതേപോലെ തന്നെ കരകോട്ടിലായാലും സംയുക്ത കരകോട്ട സമാജത്തിലായാലും അസുഖമായിട്ടുള്ള ലീവിലാണ്. നമ്മളതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത് ഒരാളില്ലാതാവുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. നമ്മൾ ഓരോരുത്തരും ചെയ്ത പ്രവർത്തി നമ്മളെല്ലാവരും വിമർശിക്കും, എല്ലാ കാര്യത്തിലും വിമർശിക്കും. നമുക്കറിയാം, നമ്മളിപ്പോൾ ഓരോ കാര്യത്തിലും പൊതുപ്രവർത്തനത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് വിമർശനങ്ങൾ നമ്മൾ നേരിടുന്നത്. കരയോഗം സെക്രട്ടറി സി രാജശേഖരൻ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആനന്ദ സുന്നിത്താൻ, കെ ആർ ഗോപിനാഥൻ നായർ, പി കൃഷ്ണൻകുട്ടി, ജി ജയപ്രകാശ്, സുരേഷ് നായർ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ SSLC പരീക്ഷയിൽ വിവിധ വിഷയങ്ങൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ പുരസ്കാരം നൽകി അനുമോദിച്ചു. 2016-17 നടന്ന നാഷണൽ മീറ്റിലെ സ്വർണ്ണ മെഡൽ ജേതാവും ടീം ക്യാപ്റ്റനുമായ ഓംകാർനാഥിനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. യോഗത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ലൈവ് വാർത്ത പുനലൂർ. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കശാപ്പ് നിരോധന നിയമം ക്ഷീരമേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു. കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ഇറച്ചി വ്യാപാരികളും പ്രതിഷേധവുമായി രംഗത്ത്. ഓലപ്പാറ ചപ്പാത്ത് യാഥാർത്ഥ്യമായി. ചപ്പാത്ത് നിർമ്മിച്ചത് MLA ഫണ്ടിൽ നിന്നുള്ള 32 ലക്ഷം രൂപ ഉപയോഗിച്ച്. കോട്ടവട്ടം ജംഗ്ഷന് സമീപത്തെ കുരിശടിയിൽ സാമൂഹിക വിരുദ്ധരുടെ അതിക്രമം. കുരിശടിക്ക് മുന്നിൽ മദ്യക്കുപ്പികളും മാലിന്യവും നിക്ഷേപിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം.